നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണിൻ്റെ, നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ പാസ്റ്റ് എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് ആ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത്, ഫ്യൂച്ചറിൽ ആ പേഴ്സണൽ ലൈഫിലേക്ക് എന്താണ് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കളേഴ്സ് മഞ്ഞ, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ബ്ലൂ, ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല, അപ്പോൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാത്തിനും, കമൻസിനും, ലൈക്കിനും, ഷെയറിനും, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എല്ലാത്തിനും വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ റീഡിങ്സ് മിക്കവർക്കും റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ചില റീഡിങ്സ് ഭയങ്കര നെഗറ്റീവാണ്, അത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ ഒരു വിഷമം കൂടി ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. യെല്ലോ കളർ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റിൽ എന്താണ് നടന്നത്, ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളാണ്. സാധാരണ പോലെ ഞാൻ ഓറക്കിൾ മെസ്സേജിലാണ് തുടങ്ങുന്നത്. ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കുള്ളതാണ് ഓറക്കിൾ മെസ്സേജസ് കേട്ടോ. നമ്മളെപ്പോഴും എന്താ ചെയ്യാന്നറിയോ, നമ്മൾ ഒരു സിറ്റുവേഷനിൽ കയറിയിട്ട് നമുക്ക് ആ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു പോകണം. ആ സിറ്റുവേഷൻ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് മനസ്സിലാക്കി നമ്മളതിന് മാറിപ്പോകണം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, സിറ്റുവേഷനെ മാറ്റാൻ നോക്കും. അപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പെട്ടെന്ന് എനിക്ക് അത് പറയണം തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു കാർഡാണ് വീണത്, ബ്ലെസ്സിങ്സ് ഓഫ് ശിവ, ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ മേ ദ ബെനവലന്റ് ബ്ലെസ്സിങ്സ് ഓഫ് ലോർഡ് ശിവ കണ്ടിന്യൂവലി ഇലുമിനേറ്റ്. അപ്പം നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്ന് വെച്ചാൽ, ഇത് ശിവഭഗവാന്റെ അനുഗ്രഹം മീൻസ് എല്ലാ ദൈവങ്ങളും ഞാൻ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ മീൻസ് ആണെന്നാണ്, ഒരുപോലെ ശക്തിയുള്ളവരാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നാണ് പറയുന്നത്. യു ആർ റിഗാർഡഡ് ആസ് എ ചെറിഷ്ഡ് ചൈൽഡ് ഓഫ് ദ ഡിവൈൻ ഡെയിറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞായിട്ടാണ് നിങ്ങളെ കണക്കാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് കനിഞ്ഞ് നൽകുന്നുണ്ട്. ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഇത് ചിലർക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ ഭയമൊക്കെ ഉണ്ടാവും അല്ലേ. ആരുമില്ല, നമ്മൾക്ക് ആരുമില്ല എന്ന് നമ്മൾ ചിന്ത വരുമ്പോൾ നമ്മളോട് ദൈവം ഉണ്ടെന്ന് പറയാം. മനസ്സിലാവുണ്ടോ? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവമാണ് ഏറ്റവും ആദ്യം, നമ്മളുടെ ക്രിയേറ്ററുടെ മക്കളാണ് നമ്മൾ. അപ്പോൾ മനുഷ്യരായ ആരും നമ്മളുടെ കൂടെ ഇല്ലയെന്ന് വെച്ച് പേടിക്കേണ്ട. കാരണം മനുഷ്യർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള, നമ്മളെ കൂടെ നിൽക്കാനുള്ള ഒരു പരിധിയുണ്ട്. അപ്പോൾ ആരുമില്ല എന്നോർത്ത് നിരാശരാവണ്ട. മനസ്സിലായോ? അത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ ചിന്തയാണ്, ആരുമില്ല എന്നൊരു ചിന്ത. നമ്മൾ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ പറയും ഞങ്ങൾ ട്വിൻസ് ആയിരുന്നു. ശരി, നിങ്ങൾ 2 പേര് കൂടിയാണ് വന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ജിപ്സി ഓറക്കിൾ നോക്കാം. മൂന്ന് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഡെത്ത് ആണ്, ഒന്ന് സൈസ് നെടുവീർപ്പ്,
ഒരാളിരുന്ന് നെടുവീർപ്പിടുകയാണ്. മറ്റേത് പ്രിസണാണ്, ജയിൽവാസം, കാരാഗ്രഹവാസം. ഡെത്ത്, കാരാഗ്രഹവാസം. പിന്നെ ഭയങ്കര ദുഃഖിതയായ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഹെൽപ്ലെസ് ആയ ഒരാളിരുന്ന് ഇങ്ങനെ നെടുവീർപ്പിടുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട്. ഇത് നിങ്ങളുടെ റിലേറ്റഡ് ആണ് കാര്യങ്ങൾ. ഇതാർക്കോ അറിയേണ്ട, ആരോ കേൾക്കേണ്ട ഒരു മെസ്സേജ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, നമുക്കപ്പോൾ ടാരോ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമാണ് നമ്മൾ നോക്കുന്നത്. പാസ്റ്റ്, കറണ്ട്, ഫ്യൂച്ചർ. മഞ്ഞ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റിൽ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ കിങ് ഓഫ് വാൻഡ്സ് അപ്രൈറ്റ്. ഇപ്പോഴത്തെ എനർജിയിൽ എംപറർ ഉണ്ട്, പിന്നെ ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, വേൾഡ് കാർഡ് ഉണ്ട്. ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത്? 8 of swords, 9 of swords, 4 of pentacles. ഒരു ഇതിൻ്റെ എൻഡ് ഓഫ് ദ കാർഡ് എന്നാണ് വരുന്നത്. ഓക്കെ, 2 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ 2 ഓഫ് സ്വേർഡ്സ് എന്താ പറയുക, റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോയ്സ് എടുക്കുക, ഒരു കൺഫ്യൂഷൻ, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഒരു വഴിത്തിരിവിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഡീറ്റെയിൽസ് വേണം അല്ലേ? ഒരു കാര്യത്തിൻ്റെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, എല്ലാം നോക്കിയിട്ടാണ് ഇതിലേതാണ് ബെറ്റർ, അങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക, ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തോ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല ഒന്നാമത്, അല്ലെങ്കിൽ കിട്ടിയേക്കുന്ന ഡീറ്റെയിൽസ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി. ഓക്കെ, പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും 8 ഓഫ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയും ബിസിനസ്സും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അധികം സംസാരിക്കാത്ത, വളരെ സ്റ്റേബിളായ എനർജിയാണ്, വളരെ പ്ലാനിങ്ങോട് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണിത്. ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായ ഒരു എനർജിയാണ്. 8 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് 8 ഓഫ് കപ്സ് അപ്രൈറ്റ് വരുമ്പോൾ അതിനൊരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഇത് ഇറങ്ങിപ്പോയിട്ടില്ല, ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. അപ്പോൾ ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നിരുന്നെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ അവിടെ സ്റ്റക്കായിട്ടിരുന്നു. അത് ചിലപ്പോൾ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷനാണ്, ഹാപ്പി അല്ലെങ്കിലും കംഫർട്ട് നോക്കാൻ കുറേ പേരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വിട്ടുപോകാൻ പേടി, കാരണം ഇത് നഷ്ടപ്പെട്ടാൽ ഇനി പുതിയതൊന്നും വന്നില്ലെങ്കിലോ എന്നൊരു പേടിയാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോകാതിരുന്നത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കാർഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ, ഒരു വിഷണറിയാണ്, ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ ബിസിനസ്സുകാരിയാണ്. അപ്പോൾ ഇവിടെ ചിലർ ഒരു എന്താ പറയുക, കുറേ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നല്ലതാണ്, അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെറിയത് കാണരുത്, വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സ്മോൾ പ്രശ്നമാണ്, ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മൾ കാണണം എന്ന് ചിലർ പറയാമല്ലോ നമ്മളോട്. ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ എന്ന് പറയും അല്ലേ? നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറകെ നടക്കാണ്ട് ഇതിൻ്റെ കൊണ്ടുള്ള നമുക്ക് എന്താ ഗുണം ഉണ്ടാവാൻ പോകുന്നത് അത് നോക്കുക. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനത്തെ പേഴ്സണാണ് എന്ന് വെച്ചാൽ ഓക്കെ, പ്രശ്നങ്ങളുണ്ട്, വളരെ അധികം പ്രശ്നങ്ങളുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുന്നില്ല, രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് എന്താണ് ഇതിൻ്റെ കൊണ്ടുള്ള ഗുണം അതിനെക്കുറിച്ച് ചിന്തിക്കാം.
അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലട്ടാത്ത ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ഒരു എംപററാണ്. ഇപ്പോൾ ഈ പേഴ്സൺ എംപററിൻ്റെ എനർജിയിലാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ സിറ്റുവേഷനിൽ ഉയർന്നു വന്നത്. ഇപ്പോൾ ഈ പേഴ്സണ് ഒരു കുറേ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു സ്വഭാവം കൊണ്ടിട്ട് എന്നുവെച്ചാൽ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് അധികം ഇമോഷണൽ അല്ലാതെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഉയർന്നു വരാൻ പറ്റിയത്. ഇത് എംപററാണ്, ഒരു ഫാദർ ഫിഗറാണ്. ചിലപ്പോൾ കുറച്ചുകൂടെ മെച്യൂർഡായി ഇപ്പോൾ കുട്ടികളും ഭാര്യയൊക്കെ അല്ലെങ്കിൽ ഭർത്താവൊക്കെ ഉണ്ടാവും. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ 2 ഫീമെയിൽ എനർജീസ് ഉണ്ട്. പാസ്റ്റിലൊരു ഫീമെയിൽ എനർജി ഉണ്ട്, അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയില്ല. ഇപ്പോൾ ഈ പേഴ്സൺ മെച്യൂർഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഒരു കപ്സ് എനർജി ഉണ്ട്, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ വേറൊരു ഫീമെയിൽ എനർജിയും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ വേൾഡ് കാർഡ്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷനാണ് കംപ്ലീഷൻ, ഒരു സിറ്റുവേഷൻ്റെ അവസാനം, അല്ലെങ്കിൽ ട്രാവൽ പ്ലാൻസും ഉണ്ടാക്കുക. അതൊക്കെയാണ് ഈ വേൾഡ് കാർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ കാണിക്കുന്നത് 8 ഓഫ് സ്വേർഡ്സും അതിൽ നിന്ന് 9 ഓഫ് സ്വേർഡ്സിലേക്ക് പോകുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്, സിറ്റുവേഷനാണ് ഈ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാക്കാൻ പോണത്. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആയിട്ട് ആകെ സ്ട്രെസ്സായി ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഫ്യൂച്ചറിൽ കാണുക. 24 മണിക്കൂറും പേഴ്സണെ കൺസേൺ ചെയ്യാൻ പോകുന്ന, സ്ട്രെസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത് ഗ്രോ ചെയ്ത് അത് അങ്ങോട്ട് എത്താൻ പോകുന്നുണ്ട്. ഫൈനലി ഉള്ള കാർഡ് ഇത്, ഈ പേഴ്സൺ 2 റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 റിലേഷൻഷിപ്പിൽ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസ ഒന്നിൽ പേഴ്സണ് കിട്ടുന്ന പൈസ ചക്രവർത്തിയാണ്, എന്നാലും ഈ പേഴ്സണ് കിട്ടുന്ന പൈസ ഒന്നിനും തികയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ സ്വയം ചുരുങ്ങിയിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ വേണ്ടി പൈസ കുറച്ചും കൂടെ പിശുക്ക് കാണിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഈ കാർഡ് എന്താണ് നമ്മുടെ പേഴ്സൻ്റെ പാസ്റ്റിൽ ശരിക്കും നടന്നത് എന്താണ്. ഈ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആവാം, ഇത് അമ്മയാവാം അല്ലെങ്കിൽ ഭാര്യയാവാം. ഇത് മാരീഡായ ആളുകളാണ്, ഇത് യങ് എനർജി. നൈറ്റൊക്കെ ആണെങ്കിൽ അൺമാരീഡ് ആയിരിക്കും. ഇതൊക്കെ കിങ്സും ക്വീൻസും എംപററൊക്കെ കല്യാണം കഴിഞ്ഞവരാണ്, മെച്യൂർഡ് ആയവരാണ്. അപ്പോൾ ഇവിടെ ഇതേ എനർജി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. 4 ഓഫ് പെന്റക്കിൾസ്. 4 ഓഫ് പെന്റക്കിൾസും ഇതേ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 ഓഫ് സ്വേർഡ്സും റിവേഴ്സും. അപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഇൻഡിസിഷൻ. ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള ഒരു റിലേഷൻഷിപ്പ്. 4 ഓഫ് പെന്റക്കിൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ വരുമ്പോൾ അതൊരു പണത്തിന് വേണ്ടിയുള്ള റിലേഷൻഷിപ്പ്, പണത്തിന് വേണ്ടി മാത്രമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. അപ്പോൾ ഇവിടെ പക്ഷേ അത് വിടാൻ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ പാസ്റ്റിൽ, നിങ്ങൾ പാസ്റ്റിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പാസ്റ്റിൽ 2 എനർജീസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ആ പേഴ്സൻ്റെ ആ പാസ്റ്റിലെ ആളായിട്ട്, ഭാര്യയോ ഭർത്താവോ ആയിട്ട് ഹാപ്പി അല്ലായിരുന്നു. പക്ഷെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കാരണം ഫിനാൻഷ്യലി 2 പേരും ചിലപ്പോൾ ഒരേ ബിസിനസ് ചെയ്യുന്ന 2 പേരായിരിക്കും. അപ്പോൾ ഇവരുടെ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ എന്തോ ആയിരുന്നു. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ ഈ പേഴ്സണ് പറ്റിയില്ല. അപ്പോൾ ഈ പേഴ്സൺ അതിനകത്ത് ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടിരുന്നു. എന്നിട്ട് അവിടെ ഒരു ടെമ്പറൻസും പേജ് ഓഫ് പെന്റക്കിൾസുമാണ് വന്നേക്കുന്നത്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാലൻസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇംബാലൻസ്ഡ് ആയിരുന്നു അവിടെ ആ സിറ്റുവേഷൻ. അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തു. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിവിടെ ഒട്ടും ഞാൻ ഹാപ്പി അല്ല. പക്ഷെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അത് അങ്ങനെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാതെ അവിടെ സ്ട്രഗിൾ ചെയ്ത ഒരാൾ. അപ്പോൾ പേജ് ഓഫ് പെന്റക്കിൾസ്, ചിലപ്പോൾ ഒരു മകൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എനർജിയാണ്. അതല്ല, ഒന്ന് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളുടെ എനർജി. അപ്പോൾ എന്ന് വെച്ചാൽ വളരെ കെയർഫുള്ളായിട്ട് ഫ്യൂച്ചറിനെ കാണുന്ന, പെന്റക്കിൾസ് എല്ലാം വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെ കെയർഫുള്ളായിട്ടാണ് നോക്കി കാണുക. പണത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന, പണത്തിനെ ആരാധിക്കുന്ന കുറച്ച് പേരാണ്. അപ്പോൾ ഇത് ഒരു ഓഫറുമായിട്ട് വരും. ഒരു പേജ് ഒരു പെന്റക്കിൾ ഓഫറാണ്. അപ്പോൾ ഇത് ഓഫർ കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ അവരുടെ പാസ്റ്റിലെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുമായിട്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ പറ്റില്ല. കാരണം പൈസ ടൈഡപ്പ് ആയതുകൊണ്ട് ആ സിറ്റുവേഷനിൽ നിന്നിട്ട് അവർക്കൊരു ഓഫർ കൊടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 4 ഓഫ് കപ്സ് റിവേഴ്സ്. 4 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ
കടുംപിടുത്തം നിൽക്കുക. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര കടുംപിടുത്തത്തിലായിരുന്നു, വാശിയിലായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല ഒട്ടും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ പേഴ്സൺ ഇവിടെ അവളുടെ പാസ്റ്റിലെ കറണ്ട് പേഴ്സണുമായിട്ട്, ഇത് ഭാര്യയോ ഭർത്താവോ, കറണ്ട് പേഴ്സണുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും നിർബന്ധിതയാവുകയോ ചെയ്യപ്പെട്ടു. ഓക്കെ, അതാണ് 8 ഓഫ് വോൺസ് കാണിക്കുന്നത്. വളരെ സ്പീഡായിട്ടുള്ള കോണ്ടാക്ട്, മനസ്സിലായോ? ഫാസ്റ്റ് ആയിട്ടുള്ള റീകൺസിലിയേഷൻ. ഒരു ഉടക്കി അങ്ങോട്ട് ഇറങ്ങിപ്പോണം എന്ന് വിചാരിച്ചു, അപ്പോൾ വരും വരായകളെക്കുറിച്ച് ആലോചിച്ച് തിരിച്ചു പോയ ഒരു സിറ്റുവേഷനാണ് പാസ്റ്റിൽ. ഇനി ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പോൾ ഈ പേഴ്സൺ ഒരു എംപറർ ആയിരിക്കാം. എംപറസ് ആവാം, എംപററും ആവാം, ആണോ പെണ്ണോ. ഞാനിവിടെ എനർജിയാണ് എടുക്കുന്നത്, ഇതൊരു മെയിൽ എനർജിയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഇവിടെ കിട്ടിയേക്കുന്നത് ഏസ് ഓഫ് വോൺസ് റിവേഴ്സും 3 ഓഫ് കപ്സ് റിവേഴ്സുമാണ് വന്നത്. 3 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് അപ്രൈറ്റ് വരുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, കമ്മ്യൂണിറ്റി ഒക്കെയാണ്. ഇവിടെ ഇത് റിവേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, മനസ്സിലായി, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, കംഫർട്ട് ഇല്ല, ഇവിടെ ഒരു കോംപ്രമൈസ്ഡ് സിറ്റുവേഷനാണ് ഈ പാസ്റ്റ്. അതാണ് ഇപ്പോൾ ഇവിടെ വരുന്നേക്കുന്നത്. ഇവിടെ ഒരു പാഷൻ ഇല്ല, ഒന്നുമില്ല. പേഴ്സൺ മെച്യൂർഡായി. ഇവർ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിലും മെച്യൂർഡായി. അവരൊരു കോംപ്രമൈസിൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ക്വീൻ ഓഫ് കപ്സ് പാസ്റ്റിൽ നിന്ന് വന്ന ആളാണോ അത് ഇപ്പോൾ കയറിയ ആളാണോ നോക്കട്ടെ. ക്വീൻ ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന 8 ഓഫ് സ്വേർഡ്സ് റിവേഴ്സും ഫാദർ ഓഫ് സ്വേർഡ്സ് റിവേഴ്സും ആണ്. ഇങ്ങനെയെല്ലാം റിവേഴ്സിലേക്ക് പോയത്. ഓക്കെ, എല്ലാം റിവേഴ്സ് ആവുന്നുണ്ട്. ഇതല്ല, ഇത് ഞാൻ നോക്കി ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്ട്രെസ് ആണ്. ഇവിടെ ഒരു 8 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 8 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ ഇതാണ് 8 ഓഫ് സ്വേർഡ്സ്. ഇത് കണ്ടോ, ആ സ്ത്രീയുടെ ചുറ്റും അവരെ കെട്ടിപ്പിടിച്ച് മീൻസ് കെട്ടിപ്പിണഞ്ഞ് വെച്ചേക്കാണ്, കണ്ണടച്ച് വെച്ചേക്കുന്നത്. ഇതാണ് സ്ട്രെസ്സാണ്, ഇവരെ ട്രാപ്പ് ചെയ്ത പോലെ. ഇതൊരു മെൻറ്റൽ ട്രാപ്പാണ്. അതുകൊണ്ട് സ്വേർഡ്സ് ഒരു മെൻറ്റൽ ട്രാപ്പാണ്. വിശ്വസിച്ച് വെക്കുകയാണ് നമ്മൾ, ഈ പേഴ്സൺ നമ്മളെ ട്രാപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സൺ ഇതൊരു മെൻറ്റൽ ട്രാപ്പാണ്. അപ്പോൾ ഈ പേഴ്സൺ ഈ ക്വീൻ ഓഫ് കപ്സിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് പാസ്റ്റിൽ നിന്ന് വന്നതാണ് ക്വീൻ ഓഫ് കപ്സ്. പാസ്റ്റിലുണ്ടായിരുന്ന ക്വീൻ ഓഫ് കപ്സ് ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രെസ്സാണ്. അപ്പോൾ ഈ പേഴ്സൺ കൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിലെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ ട്രൈ ചെയ്ത്, പക്ഷെ അത് നടന്നില്ല. പല കാരണം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് നടന്നില്ല. അപ്പോൾ ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വീൻ ഓഫ് കപ്സ് ഇപ്പോൾ കിങ് ഓഫ് സ്വേർഡ്സ് പോലെയാണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് സംസാരിക്കുന്ന ഒരു എനർജി. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ആകാം. ഈ ക്വീൻ ഓഫ് കപ്സിനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഈ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കിങ് ഓഫ് വോൺസിനെ പോലെയല്ല, കിങ് ഓഫ് സ്വേർഡ്സിനെ പോലെയാണ്. കിങ് ഓഫ് സ്വേർഡ്സ് വളരെ പ്രാക്ടിക്കൽ, ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. സ്വഭാവം മാറി നിങ്ങളുടെ പേഴ്സൻ്റെ. എംപററാണ്, മെച്യൂർഡായി, അതോടുകൂടി തന്നെ വളരെ കോൾഡായിട്ട് മാറുകയാണ്. കോൾഡായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാംത്ത് ഇല്ല റിലേഷൻഷിപ്പിൽ. ഇപ്പോൾ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമാണ്. പോയങ്ങ് പോട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്കൊരു തീരുമാനം എടുക്കണം. അപ്പോൾ ബൗണ്ടറീസൊക്കെ ഈ പേഴ്സൺ നിങ്ങൾ ഈ പാസ്റ്റിലെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ റെസ്ട്രിക്ഷൻസ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കണം എന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ക്വീൻ ഓഫ് കപ്സിനുമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അവസാനിപ്പിക്കും. കാരണം ഇത് സ്ട്രെസ് ഇതെവിടെ എത്തുന്നില്ല, വെറുതെ തലവേദനയാണ്. ഇവിടെയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് സിറ്റുവേഷൻ പോകുന്നു. പാഷൻ ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവനും തുടങ്ങിയിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സിൽ നിന്നാണ്. ഇവർ വന്നപ്പോഴാണ് ഈ പ്രശ്നം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേൾഡ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ പാസ്റ്റിലെ പാർട്ട്ണറെ അല്ല ഉപേക്ഷിക്കുന്നത്, പിന്നെ വന്ന് കയറിയ ആളെ ഉപേക്ഷിക്കാൻ. പിന്നെയും വന്ന് ഓക്കെ, കുഴപ്പമില്ല, ഇത് റിവേഴ്സ് വന്നാലും കുഴപ്പമില്ല. എല്ലാം പോസിറ്റീവും റിവേഴ്സ്, അപ്രൈറ്റും റിവേഴ്സുമാണ്. അപ്പോൾ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ ഈ പേഴ്സൺ ഇത്രയും മെച്യൂർഡ് ആയപ്പോൾ, ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായി, ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടു നടക്കാൻ പറ്റില്ല. ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന സിറ്റുവേഷനാണിത്. മെച്യൂർഡ് ആയപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു ബാധ്യതയായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ പുതിയൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കോൺട്രവേഴ്സി ഇല്ല. എന്തുകൊണ്ടാണ് ഈ ക്വീൻ ഓഫ് കപ്സിനെ ഉപേക്ഷിക്കാൻ നിർബന്ധിതനാവുന്നത് അല്ലെങ്കിൽ നിർബന്ധിതയാവുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സണ് പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങണം.
അതിന് കറണ്ട് പാർട്ട്ണർ ഇവർ ഈ പേഴ്സണൽ ലൈഫിലുള്ള ആൾക്ക് മാത്രമേ ഈ പേഴ്സണെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ജോയിൻറ്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് പണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവരോട് സംസാരിച്ചാൽ ഈ ക്വീൻ ഓഫ് കപ്സ് ഇരിക്കുന്നതുകൊണ്ട് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ക്വീൻ ഓഫ് കപ്സിനെ ഉപേക്ഷിക്കാൻ നിർബന്ധിതയാവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് നടക്കുന്നത്. വഴക്കുണ്ടാകാതിരിക്കാനും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സണ് ക്വീൻ ഓഫ് കപ്സിനെ ഇത് ക്വീൻ ഓഫ് കപ്സ് നിങ്ങളാണോ അതോ നിങ്ങളാണോ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്? അത് നിങ്ങൾക്കാണ് അറിയാവുന്നത്, എനിക്കറിയില്ല. ഞാൻ ഇവിടെ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിർബന്ധിതയാവുകയോ ചെയ്യാണ് ക്വീൻ ഓഫ് കപ്സിനെ ഉപേക്ഷിക്കാൻ. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി ആവാനാണ് വഴി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ 8 ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസും റിവേഴ്സും പിന്നെ സ്ട്രെങ്ത് കാർഡുമാണ്. അപ്പോൾ ഇവരെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൻ്റെ ഹാപ്പിനെസ് ആണ് ഈ പേഴ്സൺ ഉപേക്ഷിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരാളാണ്. അവർക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല, മനസ്സിലായി? ഭയങ്കരമായിട്ട് കുറച്ചൊരു പൊട്ടത്തരമുള്ളതാണ്. കാരണം അവർ എന്താണെന്ന് വെച്ചാൽ അവരെ സ്നേഹിക്കുന്ന ആൾ അവരെയും അതുപോലെ സ്നേഹിക്കുന്നു. അതുപോലെ ആ പേഴ്സൺ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ ഭയങ്കര ശുദ്ധമായ എനർജിയാണ്. ഇവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. ഇവർക്ക് വേറെ അജണ്ടയൊന്നുമില്ല, എന്നുവെച്ചാൽ ഹിഡൻ അജണ്ടയൊന്നും ഇല്ലാത്ത ആളാണ് ഇവർ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര സ്ട്രെസ്സിൽ ഇവരെ ഉപേക്ഷിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇവരെ ഉപേക്ഷിക്കും ഈ പേഴ്സൺ. പക്ഷേ അത് വലിയൊരു തലവേദനയാവാനാണ് പേഴ്സണ് പോകുന്നത് കേട്ടോ. ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും, അവരൊന്നും ചെയ്യില്ല. അവരൊരു പാവമാണ്, ആണായാലും പെണ്ണായാലും കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ അഭിനയിക്കും അവരെ മറന്നതായിട്ട്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഉപേക്ഷിക്കുകയും ചെയ്യും. ഉപേക്ഷിച്ചാലും മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അപ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് താൽക്കാലികമായിട്ടാണല്ലോ, കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ എനിക്ക് പിന്നെയും തിരിച്ച് വേണമെങ്കിൽ അവരായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാമല്ലോ എന്നൊരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ടാവാം. കാരണം ഇവിടെ സ്ട്രെങ്ത് കാർഡും 5 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സാണ് കാണിക്കുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം, ഒരാളെ ഉപേക്ഷിക്കുക, അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുന്നില്ല കേട്ടോ. അതിനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. അതാണ് ഈ പേഴ്സൻ്റെ സ്ട്രെങ്ത്ത്. അവരാണ് ഈ പേഴ്സണ് സ്ട്രെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാണുന്നത് 9 ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പടി മുകളിലേക്കാണ് ഈ സ്ട്രെസ്സ് പോകാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഉറക്കമില്ലായ്മ വരും, ആകെ കൂടെ ടെൻഷനാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ പേഴ്സൺ മൈൻഡ് ഗെയിംസ് കളിക്കും. ഇവിടെ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ട് മൈൻഡ് ഗെയിംസ് കളിക്കും. എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടിയെ തിരിച്ച് വന്നേ പറ്റുള്ളൂ. കാരണം അവർ നഷ്ടമായി കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ മൊത്തം ഹാപ്പിനെസ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളല്ല ഞാൻ പറയുന്നത്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആരാണോ അവരുമായിട്ട് വളരെ മൈൻഡ് ഗെയിംസ് കളിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്നുവെച്ചാൽ അവരുടെ മുമ്പിൽ കുറേ അഭിനയിക്കും. അവരെ പിടിക്കരുത്. ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്ന് അവർ മനസ്സിലാക്കരുത്. ഇതാണ് കാരണം. ഈ പേഴ്സണ് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ തേർഡ് പാർട്ടി ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല, ആ പേഴ്സണെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പേഴ്സണ് ഫ്യൂച്ചറിലേക്കുള്ള പണത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇവിടെ നല്ലോണം ഒരാളോട് അഭിനയിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ഓഫ് പെൻറ്റിക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് കപ്സും ഹാങ്ഡ് മാനുമാണ്. ഈ പേഴ്സൺ സ്റ്റക്കാവും ഇവിടെ. പിന്നെയും ഈ പേഴ്സൺ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റക്കാവാൻ പോവുകയാണ്. കാരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. 2 പാർട്ട്നേഴ്സ് ആണല്ലോ, ഒരെണ്ണം സ്ലീപ്പിംഗ് പാർട്ട്ണറും ഒരെണ്ണം. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കാര്യം എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കടപ്പെടുകയാണ്. നിങ്ങളുടെ പേഴ്സൺ പിന്നെയും ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസിനെ കടപ്പെടുകയാണ്. അത് നിങ്ങളാണോ, ഈ പേഴ്സൻ്റെ കറണ്ട് പാർട്ട്ണറാണോ, ആരാണ് ഇതിനകത്ത്? നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് ആണോ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണോ? അതാണ്. അങ്ങനെ ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളെങ്കിൽ ഇപ്പം നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കും, മനസ്സിലായി? പക്ഷേ ഇവിടെ ക്വീൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും ഉണ്ട്. നിങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഉള്ള 2 പേരാണ്. ഈ ക്വീൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് ആണെങ്കിൽ കേട്ടോ, ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. 2 പേരും മനസ്സറിഞ്ഞ് പെരുമാറുന്ന 2 പേരാണ്. അപ്പോൾ ഇവിടെ സ്റ്റക്കാണ്.
രണ്ട് സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിന് ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം ഫിനാൻഷ്യൽ സോഴ്സ് അവരാണ്, ക്യാപിറ്റലിൽ കൊടുക്കുന്നത് അവരാണ്, ബിസിനസ്സിന് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളാണ് ഈ പേഴ്സണിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങൾ ക്വീൻ ഓഫ് കപ്സിന് ഉപേക്ഷിക്കാൻ പറ്റില്ല, കാരണം ക്വീൻ ഓഫ് കപ്സ് ഈ പേഴ്സണിൻ്റെ സന്തോഷമാണ്, മനസ്സിനിണങ്ങിയ പങ്കാളി എന്ന് പറയില്ലേ, അതുപോലെ. ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ Cancer, Pisces, Scorpio, Pisces, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Leo, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Taurus, Leo, Aquarius, Scorpio, Cancer, Pisces, Scorpio, Aries, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini. ഇത്രയുമാണ് ഇവിടെ സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജ് എല്ലാം ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ അത് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലാക്ക് സെലക്ട് ചെയ്തത് റീഡിങ്ങിലേക്കാണ്. ഓക്കെ, സമയം എത്രയും നോക്കിയത്, കുറേ സമയം എടുത്ത പണിയാണ്. സ്വിച്ച് ഓഫ് ആയി പോകും. ഇത് കട്ടാവുകയാണെങ്കിൽ ഞാൻ ഒരു റീഡിങ് കൂടെ ഇടും കേട്ടോ. എന്ന് വെച്ചാൽ തേർഡ് റീഡിങ് സമയം തികഞ്ഞില്ല, കട്ടായി പോവുകയാണെങ്കിൽ ഞാൻ ഒരു റീഡിങ് കൂടെ ഇടും, സമയം ഇത്രയും നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് തേർഡ് ഐ ചക്ര, കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തേർഡ് ഐ ചക്ര നെറ്റിയിലുള്ളതാണ്. പ്രൊഫൗണ്ട് കണക്ഷൻ വിത്ത് ഗോഡ്, റിസീവ് ദിസ് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ദൈവമായിട്ട് കണക്ഷൻ വേണം. അപ്പോൾ നമ്മളുടെ തേർഡ് ഐ ചക്രയാണ് അതിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് യൂട്യൂബിൽ ബ്ലോക്ക്ഡ് ആണ്, യൂട്യൂബ് ബ്ലോക്ക് എന്നല്ല, തേർഡ് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ, നിങ്ങളുടെ തേർഡ് ചക്ര ബ്ലോക്ക്ഡ് ആണെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട്, അതെങ്ങനെ റിലീസായ എനർജി, എങ്ങനെ ബ്ലോക്ക്ഡ് എനർജി എങ്ങനെ റിലീസ് ചെയ്യാമെന്നുള്ള അതിനുള്ള യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, അത് കാണുക കേട്ടോ. ഓക്കെ, ജിപ്സി ഓറക്കിൾ മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഭഗവാനെ? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? സർപ്രൈസ്. റൈറ്റ്, അപ്പോൾ സർപ്രൈസും പിന്നെ പ്രീസ്റ്റും പിന്നെ ഉള്ളത് കോൺസ്റ്റൻസി. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു ഗുഡ് ഫോർച്യൂൺ അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ പൈസ കിട്ടാനോ അല്ലെങ്കിൽ എന്തോ ഒരു സർപ്രൈസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരു പ്രീസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഈ പ്രീസ്റ്റ് ഇപ്പം മിക്ക റീഡിങ്ങിൽ പ്രീസ്റ്റ് വരുന്നുണ്ട്, എന്താണ് അറിയില്ല. അപ്പോൾ കോൺസ്റ്റൻസിയുടെയും സർപ്രൈസിൻ്റെ ഇടയിലാണ് പ്രീസ്റ്റ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ് നോക്കുന്നത്. രണ്ട് കാർഡ് മാത്രമേ, മൂന്നാമത്തെ കാർഡ് ഞാൻ എടുക്കാം. ഹെർമിറ്റ് റിവേഴ്സാണ്, എല്ലാം റിവേഴ്സാണ്, എല്ലാം റിവേഴ്സാണ്. അപ്പോൾ നമുക്കത് അപ്രൈറ്റ് വയ്ക്കാം. ഹെർമിറ്റ് കാർഡും ഡെത്തും പിന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റ് 7 ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
ഇനി കറണ്ട് എനർജിയിൽ 10 ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ 9 ഓഫ് സ്വേർഡ്സും റിവേഴ്സും 6 ഓഫ് കപ്സ് അപ്രൈറ്റുമാണ്. ഫ്യൂച്ചറിൽ എന്താണ് പറയുന്നത്? ഫ്യൂച്ചറിൽ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, നല്ല കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ. നമുക്ക് നോക്കാം. 6 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ്. എൻഡ് ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സ് ആണ്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പാണ്, ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ പേഴ്സൺ ഹാപ്പിയാണ്, ഇപ്പോൾ സെലിബ്രേറ്ററി മൂഡിലാണ്. ഫ്രണ്ട്സിനോടൊക്കെ നല്ല കൂട്ടായ ഒരാളാണ്. എല്ലാവരോടും സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. പിന്നെ ഹാപ്പിയാണ് പൊതുവെ ഈ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിൽ ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴികാട്ടി എന്ന് പറയാം. ചില സമയത്ത് പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് കൊണ്ട് വെർഗോ എനർജിയാണ്. ഭയങ്കരമായിട്ട് കള്ളത്തരങ്ങൾ പറയുന്ന, സത്യം മറച്ചു വെക്കുന്ന ഒരു എനർജിയാണ് ആയിട്ടാണ് കാണിക്കുന്നത്. ഡെത്ത് എന്ന് പറഞ്ഞാൽ എൻഡും ട്രാൻസ്ഫോർമേഷനാണ്, ഒരു കാര്യത്തിൻ്റെ അവസാനം. ചിലപ്പോൾ ആരെങ്കിലും മരിച്ചു പോയിട്ടും ഉണ്ടാവാം കേട്ടോ. ഡെത്തിനെ തന്നെ കാണിക്കും, ഒരു അവസാനം സിറ്റുവേഷൻ്റെ. പിന്നെ കാണിക്കുന്നത് 7 ഓഫ്, അപ്പോൾ എന്തോ ഒരു പേഴ്സൻ്റെ കള്ളക്കളിക്ക് ഈ പേഴ്സൺ ഒരു വിരാമം ഇട്ടു. ആരോടോ സത്യം തുറന്ന് പറഞ്ഞു. നമ്മൾ കുംഭസാരമാണോ പ്രീസ്റ്റിനാണ് കണ്ടത്, കുംഭസാരമാണോ നടത്തിയെന്ന് അറിയില്ല. കമ്മിങ് ക്ലീൻ, കുറേ തെറ്റുകൾ ചെയ്തിട്ട് അത് അവസാനം പാസ്റ്റിൽ ഈ പേഴ്സൺ ഏറ്റു പറഞ്ഞു. മനസ്സിലായോ? ഇപ്പോൾ പേഴ്സൺ ഭയങ്കര ഇഷ്ടംപോലെ പണമുണ്ട്, ഇപ്പോൾ ഭയങ്കര ഫ്ലറിഷ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരിയുമാണ്. പിന്നെ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആണ് കാര്യങ്ങളിൽ. സ്ട്രെസ് ഇല്ല, കാരണം ഇവിടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പേഴ്സൻ്റെ, അപ്പോൾ മാനസാന്തരം വന്ന ഒരാളായിരിക്കാം ഇത്. ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മാറി പേഴ്സൻ്റെ. ഇപ്പോൾ പേഴ്സൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മാറി, ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഹാപ്പി എനർജി വന്നേക്കുന്നത്. അതുപോലെ ഈ പേഴ്സൺ പഴയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പഴയ ഫ്രണ്ട്സിനെയും എല്ലാം ഓർക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സുമായിട്ട് കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റ് വെക്കുന്ന ഒരാളാണ്, പഴയ ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൽ വീൽ ഓഫ് ഫോർച്യൂൺ, ഒരു സമയത്തിൻ്റെ മാറ്റം, സമയം മാറുക. അപ്പോൾ ഈ പേഴ്സണിന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് വരും, ഓപ്ഷൻസ് വരുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പേഴ്സൺ ഒരു കോ ഡിപ്പെൻഡൻസി വരുന്നുണ്ട് ഇവിടെ ഫ്യൂച്ചറിൽ, ഒരു ക്വീൻ ഓഫ് കപ്സ് ആയിട്ട്. ഒരു ഇൻസെക്യൂരിറ്റി പേഴ്സൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഹെർമിറ്റിനെ എങ്ങനെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്? ജനറലായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞാണ്. ഹെർമിറ്റിനെ ക്ലാരിഫൈ ചെയ്യുന്നത് പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സാണ്. പേജ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സും പിന്നെ ഹൈ പ്രീസ്റ്റസും. അപ്പോൾ ഈ പേഴ്സണ് ആരൊക്കെയോ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു. പേഴ്സൺ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുകയായിരുന്നു. വെർഗോ പൈസസ് തന്നെയാണിത്. ഭയങ്കര മിസ്റ്ററി ഉള്ള ഒരാളാണ്, നോളജ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി. അപ്പോൾ വളരെ നോളജിബിൾ ആയ ഒരാളാണ് എന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കള്ളത്തരം ചെയ്യുക പക്ഷെ പിടിക്കപ്പെടാതിരിക്കുക, അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു. മറ്റുള്ളവരുടെ എന്താ പറയുക, ഒരു സ്പൈയിങ് ഈ പേഴ്സണിൻ്റെ എപ്പോഴും മറ്റുള്ളവരെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പേഴ്സണ് ഒരാൾ കുറ്റവാളി ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, ലോയുടെ ഒരു കണ്ണുകൾ നമ്മുടെ മേത്തുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ നന്നാവാം, മാനസാന്തരപ്പെടാം, തെറ്റുകൾ ഏറ്റുപറയാം, അല്ലെങ്കിൽ ഒളിച്ചോടാം. അപ്പോൾ ഇവിടെ ഒളിച്ചോടാനല്ല ഈ പേഴ്സൺ നോക്കിയത്, തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് ഈ പേഴ്സൺ നല്ലവനായിട്ട് മാറണം. ആ സ്ട്രെസ്സ് മാറാൻ വേണ്ടി ഈ പേഴ്സൺ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പബ്ലിക് റെക്കഗ്നിഷൻ, അവൻ അത്രയും ഇതാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ വളരെ നല്ല ആളാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞ് തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് പെട്ടെന്നാണ് ഈ പേഴ്സണ് ശരിക്കും മാനസാന്തരം വന്നതാണോ, ഈ പേഴ്സൺ അഭിനയിച്ചാണോ എന്ന് അറിയില്ല. എന്തായാലും വളരെ പ്ലാനിങ്ങോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് ഇപ്പോൾ നല്ല ഒരാളായിട്ടാണ് നിൽക്കുന്നത്. ചിലർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, ഭീകരമായ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വാള് വെച്ച് കീഴടങ്ങുക, അത് കഴിഞ്ഞ് മറ്റുള്ളവർ ശരിയാണ് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം നല്ല ആളാണ് കേട്ടോ എന്ന് പറയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പാസ്റ്റിൽ ഈ പേഴ്സൻ്റെ കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര പൈസയുള്ള ഒരാളാണ്. ആ പേഴ്സൻ്റെ എങ്ങനത്തെ ജീവിതമാണോ ആ പേഴ്സൺ ആഗ്രഹിച്ചത് അതാണ് വന്നേക്കുന്നത്.
പക്ഷേ മാരേജിൽ ഹാപ്പി അല്ല ഇപ്പോൾ. മാരേജ് റിവേഴ്സാണ് വന്നേക്കുന്നത്, മാരേജ് കാർഡ്. ഇവിടെ ഫാമിലി ലൈഫിൽ എന്താ പറയുക, ഭാര്യയുമൊത്തുള്ള ജീവിതം അല്ലെങ്കിൽ ഭർത്താവ് ഏത് എനർജിയാണെന്ന് വെച്ചാൽ അതത്തുള്ള ജീവിതം അത്ര ഹാപ്പി അല്ല ഈ പേഴ്സൻ്റെ. ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് പോകുമായിരിക്കും. എന്നാലും സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ഈ പേഴ്സൺ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. കാരണം ഈ പേഴ്സൺ അറിയാം, ഈ പേഴ്സൺ മനസമാധാനം ആഗ്രഹിക്കുന്ന വളരെ സ്മാർട്ടായ ഒരു എനർജിയാണ്, പെണ്ണായാലും ആണായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാനും മീൻസ് തലവേദന ഈ പ്രശ്നങ്ങൾ ഈ പേഴ്സണൽ തലവേദനയായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ 6 ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ ഇല്ല. ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സൺ എന്താണ് വേണ്ടതെന്ന്. ഈ പേഴ്സണ് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളുണ്ട്, പക്ഷെ വൈവാഹിക ജീവിതത്തിൽ അത്ര വലിയ ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എനിക്ക്. കാരണം ഞാൻ ഇതിലും പ്രശ്നങ്ങളിൽ കൂടെ പോയ ആളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇവിടെ 6 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് വോൺസും. കിങ് ഓഫ് വോൺസ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ എനർജിയാണ്. ഇവിടെ എംപ്രസിനെ കാണിക്കുന്നത് ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പഴയ റിലേഷൻഷിപ്പൊക്കെ പൊടി തട്ടിക്കൊണ്ടുവരാണ് ഫ്രണ്ട്സിൻ്റെ. അതുകൊണ്ടാണ് ഇവിടെ ഫ്രണ്ട്സായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉപേക്ഷിച്ച് പോയ ആരും എന്താ പറയുക, ഈ പേഴ്സൻ്റെ സ്വഭാവം കൊണ്ട് പഴയ ഫ്രണ്ട്സൊക്കെ ഇട്ടിട്ട് പോയ ആളായിരിക്കാം. ഇപ്പം എന്തായാലും ഒരു ഗ്രോത്ത്, ഫ്രണ്ട്ഷിപ്പിലൊരു ഗ്രോത്ത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ ബന്ധുക്കളും പഴയ ഫ്രണ്ട്സിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ, ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. ഫ്യൂച്ചറിൽ എന്താണ് പേഴ്സൺ, ഈ പേഴ്സണ് ഭാഗ്യം തെളിയാൻ പോവുകയാണ്. പേജ് ഓഫ് കപ്സിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ്, ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അപ്പോളജി. അപ്പോൾ ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇനി എനിക്ക് പ്രശ്നത്തിലേക്ക് പോകണ്ട, ഞാൻ ഇതിൽ നിന്ന് ഒരു തരത്തിലാണ് തലയൂരി കൊണ്ടുവന്നേക്കണേ, ഇനി ഞാൻ ആരമായിട്ടൊരു പ്രശ്നത്തിലേക്ക് പോകില്ല എന്ന് തീരുമാനമെടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് മാപ്പ് പറയാനുള്ള ആളുകളോടെല്ലാം മാപ്പ് പറയാനും എല്ലാം. എന്നാലേ ഈ പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ മാപ്പ് പറയേണ്ട ആൾക്കാരോട് മാപ്പ് പറയാനൊക്കെ ഈ പേഴ്സൺ റെഡിയാണ്. ഇതിന് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു തലവേദന എടുക്കാൻ വയ്യ. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെ ചെയ്താലേ ഈ പേഴ്സണ് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ഒരാളോടും ദേഷ്യമോ വൈരാഗ്യമോ വെച്ച് പുലർത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പേഴ്സൺ ലൈഫിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 7 ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഏസ് ഓഫ് വാൻസും 7 ഓഫ് പെൻറ്റിക്കിൾസും ആണ്. വളരെ പാഷനറ്റ് ആയിട്ട് ഈ പേഴ്സൺ ഏത് ഓപ്ഷൻ എടുത്താലും അത് വളരെ പാഷനേറ്റായിട്ട് അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇനി ഫ്യൂച്ചറിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ പേഴ്സണ്. ഈ ക്വീൻ ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് റിവേഴ്സാണത്, സെൽഫ് കെയർ. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ കോഡിപ്പെൻഡൻസി ആരുടെടുത്തെങ്കിൽ ഇൻസെക്യൂരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒഴിവാക്കി വിടാനാണ് അവരെല്ലാം സഹായിക്കും. ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ മുമ്പിലും നന്നാവും. ചിലപ്പോൾ നാളെ ഇലക്ഷന് നിൽക്കാൻ വല്ല പ്ലാൻ ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും എന്തോ ഒരു ലീഡർഷിപ്പിൻ്റെ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ചോയ്സ് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ പാസ് ചെയ്യുന്ന ഇനിയും തിരിച്ച് ഈ പേഴ്സണെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് ഒഴിവാക്കിയെടുക്കും. പണം കൊടുത്ത് ഒഴിവാക്കും, അതല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് ഒഴിവാക്കിയെടുക്കും. ആ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു കോൺട്രവേഴ്സി വേണ്ടാന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഹാപ്പിയാണ്. ഈ ഒരു ഹാപ്പിനെസ്സുമായിട്ട് മുമ്പോട്ട് പോകാനാണ്. അല്ലെങ്കിൽ ഹാപ്പിനെസ് കഴിഞ്ഞാൽ പിന്നെ ഡിസപ്പോയിൻമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ബേർഡനാണ് വരുന്നത്, പിന്നെ ഒരു ടവറാണ് വരുന്നത്. ഈ പേഴ്സൺ ഇതറിയാം. അപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്ന ഒരാളാണ്, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കോംപ്രമൈസ് ചെയ്യാനും ഈ പേഴ്സണ് നെഗറ്റീവായിട്ടുള്ള ലൈഫ് ഇൻഫ്ലുവൻസ് വരുമ്പോൾ അതെല്ലാം ഏതെങ്കിലും തരം പൈസ കൊടുത്തോ അല്ലെങ്കിൽ സമാധാനപരമായിട്ടോ ഒക്കെ ഒഴിവാക്കി വിടാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് കേട്ടോ. ഇതിനൊരു പൈസയുടെ ഓഫർ കൊടുക്കാൻ പോകുന്നുണ്ട് ആർക്കോ. ഇവിടെ ഒരു ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പണ്ടെങ്ങോ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പാണ്, അത് പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുകയാണ്. ഈ പേഴ്സണ് കോൺട്രവേഴ്സി ഇപ്പോൾ ഇഷ്ടമല്ല, സമാധാനപരമായ ജീവിതം. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരീസ് ലിയോ സാജിറ്റേറിയസ് ടോറസ് ലീബ്ര, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് അക്വാരിയസ് ലിബ്ര ജെമിനി, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ് അക്വാരിയസ് ലിബ്ര ജെമിനി, സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ,
Virgo, Pisces, Cancer, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn. അപ്പോൾ ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇത് അൺകണ്ടീഷണൽ ലവാണ്, പക്ഷേ ഇതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട് ഈ പേഴ്സണ്. റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോ ഡിപ്പെൻഡൻസി, ഏതോ ഒരാൾ ഈ പേഴ്സണിൻ്റെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ക്ലിങ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനെ ഒഴിവാക്കി വിടാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇതാരാണെന്ന് എനിക്കറിയില്ല, ഞാൻ അതിൽ ആ ഡെപ്തിലേക്ക് പോകുന്നില്ല എന്തായാലും. അപ്പോൾ ഈ എനർജി ആരായാലും അതിനെ ഒഴിവാക്കി വിടാനാണ് പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ഇനി ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചത്. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മളുടെ ബ്ലാക്കിൻ്റെ റീഡിങ് അവസാനിച്ചു. ഇനി ഞാൻ പോകാൻ പോകുന്നത് ബ്ലൂവിൻ്റെ റീഡിങ്ങിലേക്കാണ്. ബ്ലൂവിൻ്റെ റീഡിങ് നമുക്ക് ഓറക്കൽ മെസ്സേജസ് നോക്കാം ആദ്യം. നിങ്ങളുടെ പേഴ്സണിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇതാണ് നോക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്. എറിഞ്ഞ പോലെ വന്നതല്ല എടുത്തേക്കാലേ. നിമിത്തമാണെങ്കിലോ ഞാൻ പറയാം, ടോക്സിക് സിറ്റുവേഷനാണ്. നിങ്ങളുടെ ബോഡിയെയും സ്പിരിറ്റിനെയും നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണം, അതാണ് പറയുന്നത്. ക്ലെൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ലോങ് ജേർണി, നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ നീളമുള്ള ഒരു ജേർണി കിടക്കുന്നുണ്ട്, ഒരു യാത്ര നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൽ അപ്പോൾ ഈ ഒരു ഇത് ചിലപ്പോൾ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഇതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. എന്തായാലും ഇതിനെ മനസ്സ് തുറന്ന് അങ്ങോട്ട് സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടാവും. അപ്പോൾ എന്തൊക്കെ ദുരിതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്. ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ ദോസ് ഇൻ ട്രബിൾ ഓർ ഫേസിങ് ഹാർഡ് ടൈം. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാം? അത് നിങ്ങളുടെ മുമ്പിൽ പലരും പല സഹായങ്ങളുമായിട്ട് വരും. അപ്പോൾ അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ കൈ അയച്ച് അവരെ സഹായിക്കണമെന്നാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ആളാണോ, നിങ്ങൾ ഈ റീഡിങ് കാണാൻ പോകുന്ന ആളാണോ, അത് പുതിയ ആളാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സോൾമേറ്റുമായിട്ടുള്ള കണക്ഷനും അതിലെ ഹാർമണിയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിലൊരു വ്യത്യാസം വരാൻ പോകുന്നു, ചേഞ്ച്. അത് മേജർ ചേഞ്ച് ആയിരിക്കും കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറബിൾ ആവാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആവാം. നന്ദി, പേഷ്യൻസ് ആണ് നന്ദി. ക്ഷമയോടെ കാത്തിരിക്കുക, അക്ഷമരാവാതിരിക്കുക, ബീയിങ് പൊളൈറ്റ്. എത്രയൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ആരോടും റൂഡായിട്ടോ വേദനിപ്പിക്കുന്ന തരത്തിലോ സംസാരിക്കരുത്. ത്രോട്ട് ചക്ര ക്ലിയർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് കാണുക. പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ കാർഡ്സ് വരുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി കാണുക. ആ പ്രശ്നത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ആലോചിക്കുക. അത് ആവശ്യമുള്ള ആളുകളുടെ അഡ്വൈസ് എടുക്കുക. ഇത് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്, ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ജിപ്സി ഓറക്കിൾ നോക്കാം. ജിപ്സി ഓറക്കിൾ കാർഡ്സ് എന്താണ് വരിക? ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ജിപ്സി ഓറക്കിൾ കാർഡ്സ് തന്നെ. സോൾജറാണ്. സോൾജർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ആർമിയിൽ ജോലിയുള്ള ആരെങ്കിലും ആകാം, അതല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പേഴ്സൺ ആവാം, ചിലപ്പോൾ ആർമിയിലുള്ള ആളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷ പരിപാലിക്കാനായിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ സുരക്ഷ നിങ്ങൾ നോക്കണമെന്നായിരിക്കാം പറയുന്നത്. സോൾജറാണ് എന്തായാലും വന്നേക്കുന്നത്. ഇനി നമുക്ക്
നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ. നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് എനർജി ഡെത്ത് കാർഡും വേൾഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ 10 ഓഫ് സ്വേർഡ്സ്. ലോകം മൊത്തം തകിടം മറിഞ്ഞ പോലെ. ഓക്കെ, കറണ്ട് എനർജിയിൽ കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സ്, 9 ഓഫ് കപ്സ് അപ്രൈറ്റ്, 9 ഓഫ് പെന്റിക്കിൾസ് അപ്രൈറ്റ്. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഫ്യൂച്ചർ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത്? ഏസ് ഓഫ് പെന്റിക്കിൾസും ടെമ്പറൻസും സ്റ്റാറുമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു വലിയൊരു പ്രശസ്തിയിലേക്കാണ് പോകുന്നത്. ആ പേഴ്സൺ വിചാരിക്കുന്ന എല്ലാ കാര്യവും ഈ പേഴ്സൺ അറ്റൈൻ ചെയ്യാൻ പറ്റും. സ്റ്റാർ കണ്ട, സ്റ്റാർ എന്ന് പറഞ്ഞൊരു വഴികാട്ടിയാണ്. നമ്മൾ പണ്ടത്തെ ആളുകൾ സ്റ്റാർ വെച്ചിട്ടാണ് മൂവ് ചെയ്തിരുന്നത്. സ്റ്റാർ വഴികാട്ടിയാണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹോപ്പാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ആശകൾ, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ, സ്റ്റാർ ഒരു നല്ലൊരു കാര്യമാണ്. സ്റ്റാർ കാണുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡെത്ത് എന്ന് പറഞ്ഞാൽ എൻഡ് ട്രാൻസ്ഫോർമേഷൻ. വേൾഡ് കാർഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകം തന്നെ തകിടം മറിഞ്ഞത്. അപ്പോൾ എന്തോ ഒരു ആരുടെയോ മരണം കൊണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലോകം അങ്ങനെ തന്നെ തകിടം മറിഞ്ഞു. അതൊരു വലിയ ഒരു 10 ഓഫ് സ്വേർഡ്സ് ആയിട്ട് മാറി. ഒരു എൻഡായിരുന്നു, വളരെ ഭീകരമായ, വളരെ പെയിൻഫുൾ. ചിലപ്പോൾ ഈ പേഴ്സൺ സ്നേഹിച്ച ആരുടെയെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഇതൊരു കൊലപാതകത്തിലായിരിക്കാം അവസാനിച്ചത്, അറിയില്ല. കാരണം ഇവിടെ സ്വേർഡ്സ് പുറകിൽ നിന്ന് കുത്തിയ പോലെ. അതൊരു ഭയങ്കര പെയിൻഫുൾ. അത് ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. അതുകൊണ്ട് ലിറ്ററലി ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഡിഫീറ്റ്, കൊളാപ്സ്, ലോകം അങ്ങനെ തന്നെ തകിടം മറിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കറണ്ട് എനർജിയിലെ കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഭയങ്കര ഇമ്പൾസീവായിട്ട്, ഭയങ്കര റൂത്ത്ലെസ്. അപ്പോൾ ഈ പേഴ്സൻ്റെ എക്സ്പീരിയൻസസ് ഈ പേഴ്സൻ്റെ സ്വഭാവത്തിന് ഭയങ്കരമായിട്ട് മാറി. നേരത്തെയുള്ള സ്വഭാവമല്ല ഇപ്പോൾ ഈ പേഴ്സൻ്റെ സ്വഭാവം. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു മനസ്സിലായത്? ഓക്കെ, ലൈഫിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ചിലപ്പം അനുഭവങ്ങൾ ഒരാളെ കുറേ പാഠങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ ഒന്നിലും അറ്റാച്ച് ചെയ്ത് ജീവിക്കരുത്. കാരണം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലോകം നശിച്ചു പോകും. അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു ബോധമുള്ള ഒരാളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം എല്ലാം മറന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പേഴ്സൻ്റെ ഓക്കെ കിങ് ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ അത്ര ഇമോഷണൽ ഒന്നുമല്ല, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇത് റിവേഴ്സ് ഇങ്ങനെയാണ് ഇരുന്നത്. ഞാനത് ഓക്കെ നമ്മൾ നോക്കണ്ട, ഞാൻ ഇങ്ങനെ തന്നെ നോക്കുകയാണ്. കിങ് ഓഫ് സ്വേർഡ്സ് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ഇമോഷണൽ അല്ല, ഒട്ടും ഇമോഷണൽ അല്ല. വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് പെരുമാറുന്ന ഒരാൾ. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് ചിന്തിക്കാതെ തല കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, മനസ്സിലായോ? ആരുടെയും കളിയും തമാശയും ഒന്നും ഇഷ്ടമല്ല ഈ പേഴ്സണ്. വളരെ സീരിയസ്, ലൈഫിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇപ്പോഴത്തെ. അപ്പോൾ ഇവിടെ ഒരു 9 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഈ പേഴ്സൺ കഷ്ടപ്പെട്ട് നേടിയ കാര്യങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ എൻജോയ് ചെയ്യാണ്. ഇതൊരു സക്സസ്സിലേക്ക് പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. സക്സസ്സിലേക്ക് വളരെ റൂത്ത്ലെസ് ആയിട്ടാണ് ഈ പേഴ്സൺ പോകുന്നത്. എന്ന് വെച്ചാൽ എല്ലാം തട്ടിത്തെറിപ്പിച്ച്, മുമ്പിൽ ബ്ലോക്കായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ 9 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. 9 ഓഫ് പെന്റിക്കിൾസ് ആണ് കാണിക്കുന്നത്. 9 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് നേടിയ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തി. കാരണം അനുഭവങ്ങൾ ഈ പേഴ്സൺ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ കരയേണ്ടി വരും എന്നൊരു പാഠം പഠിച്ച ഒരാളാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസും ടെമ്പറൻസും സ്റ്റാറും. ഈ സ്റ്റാർ ഈ പേഴ്സൺ ഒരു എയിമുണ്ട്, ഒരു കാര്യത്തിലേക്ക് എത്തണം, വളരെ പ്രശസ്തിയിലേക്കും പണത്തിലേക്കും എത്തണം.
അപ്പോൾ അതിന് വേണ്ടി ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ വേണ്ടി, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ പേഴ്സൺ പണം കൊടുത്ത് ആ ഒരു സക്സസ്സിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു പേർപ്പസ്ഫുൾ ആയിട്ട്, വളരെ എന്താ പറയുക, ഇങ്ങനെ ഇടിച്ചു കയറി പോകാൻ വേണ്ടിയിട്ടല്ല, പ്രയത്നിച്ച് തന്നെ എല്ലാ വരായികകളും നോക്കിയിട്ടേ ഈ ഓഫർ കൊടുക്കുകയുള്ളൂ, ഈ കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇത് ചിലപ്പോൾ ഒരാളാവാം, അതല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഒരു ഗോളാവാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേഴ്സൻ്റെ ഡെത്ത് എന്താണ്, ഡെത്ത് കാർഡ് എന്താണ് കാണിക്കുന്നത്? ഡെത്ത് കാർഡ് ചാരിയറ്റും 3 ഓഫ് പെന്റക്കിൾസും ആണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ, ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ആണ്, ഒറ്റ ബുദ്ധിയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത്, 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു കോഓപ്പറേഷൻ, ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കോഓപ്പറേഷൻ. അപ്പോൾ ആരോ ഒരാൾ ഭയങ്കര ഡീപ്പായിട്ട് വിശ്വസിച്ചു, വളരെ ഡീപ്പായിട്ട് വിശ്വസിച്ചു. അപ്പോൾ എന്തോ ഒരു ഈ പ്രോജക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആരെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡ് ചെയ്ത ആൾ ചതിച്ചു, മനസ്സിലായോ? ആ പേഴ്സൺ മരിച്ചു പോകുകയോ, മനസ്സിലായോ, എഗ്രിമെൻ്റ് വെച്ചിരുന്ന ആൾക്ക് എന്തോ പറ്റി, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അവസാനിച്ചു, അവരത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഇവിടെ ഒരു കൊളാബറേഷനിലൂടെ നടത്താനിരുന്ന ഒരു കാര്യം അവസാനിച്ചു പോയി. അതോടെ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതം മൊത്തം തകിടം മറിഞ്ഞു. വേൾഡ് കാർഡ് റിവേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു സിറ്റുവേഷന് ഡിലേ വന്നു, ഇയാളുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ നോൺ കോഓപ്പറേഷൻ കൊണ്ടോ. അപ്പോൾ ഈ പേഴ്സൺ പുറകോട്ടൊന്ന് മാറി. അതൊരു വലിയ ടവർ മൊമെൻ്റ് ആയിരുന്നു. ലോകം മൊത്തത്തിൽ അങ്ങോട്ട് തകിടം മറിഞ്ഞു. പേഴ്സൻ്റെ ഭയങ്കരമായിട്ടുള്ള മനോവേദന, കാരണം അത്രയും ട്രസ്റ്റ് ചെയ്ത ആരോ ഒരാളാണ്. അപ്പോൾ ആ മുറിവുകൾ പേഴ്സൺ കുറേ നാൾ കൊണ്ടു നടന്നു. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൻ്റെ ധൈര്യം, മനോധൈര്യം, വിൽ പവർ, വളരെ വിൽ പവർ ഉള്ള ഒരാളാണ്. ഇത് ക്യാൻസർ, ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിൽ പവറുള്ള, മനസ്സിന് ഭയങ്കര ശക്തിയുള്ള ആളാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് തളർന്നു പോയെങ്കിലും, ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ചെങ്കിലും, വളരെ അങ്ങോട്ട് സങ്കടം വന്നെങ്കിലും അതിൽ നിന്ന് റിക്കവർ ചെയ്തു വന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ സ്വന്തം ലോകം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ പേഴ്സൺ പ്ലാൻ ചെയ്തു അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പേഴ്സണൽ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കൽ, ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അപ്രൈറ്റ് ആണെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അപ്പോൾ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അതിന് മുമ്പ് സകല പ്ലാനിങ്ങും ചെയ്തിട്ട് പഴുതുകളെല്ലാം അടച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് ഒരു ചിന്ത വന്നിട്ടുണ്ട്, അതിന് സമയമില്ല, എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ സമയമില്ല. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ടൈം ഈ പേഴ്സൺ വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ എനിക്ക് കാര്യം നടത്തിയെടുക്കണം. അപ്പോൾ അതാണ് ക്വിക്കായിട്ട്, ഇതാണ് 8 ഓഫ് വാൻസ്, ക്വിക്കായിട്ട് ആ കാര്യം നടക്കണം. അപ്പോൾ ഈ പേഴ്സൺ വളരെ സീക്രട്ടീവായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ജ്ഞാനമുള്ള അറിവുള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. എന്താണ് ഈ പേഴ്സൺ അച്ചീവ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വളരെ അറിവുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ ഒരു വിഷ് കം ട്രൂ ആണ്. പേഴ്സണിൻ്റെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണിത്. അത് പണമില്ലാതെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം അവിടെ ഒരു ലോസ് വന്നു, ഫിനാൻഷ്യൽ ലോസ് വന്നു, കാൽക്കുലേഷൻ ശരിയായില്ല, പിന്നെ ആൾക്കാർ പറ്റിക്കുകയും ചെയ്തു അതുകൊണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നേരിതായിട്ടുള്ള, അപ്പോൾ വേറെ ഓപ്ഷൻസ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നുണ്ട് ഇതിലേക്ക് എത്താൻ വേണ്ടി. പല ഓപ്ഷൻസ് ഉണ്ട് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണ് ആരൊക്കെ സഹായിക്കും, ആർക്ക് ഫിനാൻഷ്യലി ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നില്ലെങ്കിൽ ഇത് 9 ഓഫ് പെന്റക്കിൾസ് ഒരു സ്ത്രീ എനർജി ആയിരിക്കാം, നല്ല പണമുള്ള, സെൽഫ് സഫിഷ്യൻ്റ് ആയ, സിംഗിളായ ഒരു എനർജിയാണിത്. അപ്പോൾ ഇത് ഇവിടെ 10 ഓഫ് സ്വേർഡ്സും 10 ഓഫ് മദർ ഓഫ് കപ്സും റിവേഴ്സാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ റിലേഷൻഷിപ്പ് തവിടുപൊടിയായി ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ. ഈ പേഴ്സൺ ഇതൊരു വൺ ഓഫ് ദി ഓപ്ഷൻസ് ആയിരുന്നു ഈ പേഴ്സൻ്റെ, പക്ഷേ ആ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷെ അത് ഇവിടെ ഈ ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആരോ ചതിച്ചതാണ്, അല്ലെങ്കിൽ ഈ ഒരു എയിമിന് വേണ്ടിയിട്ട് ഇതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതൊരു റീകൺസിലിയേഷൻ ആയിട്ട് മാറും, അതല്ല ബിസിനസ് ആണെങ്കിൽ ഇതൊരു ഗോളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇവിടെ ഈ സിംഗിൾ എനർജിയുടെ പുറകെ, ഇത് ബ്രേക്കപ്പ് ആയ ഒരു എനർജിയുടെ പുറകെ പോകാൻ പോകുന്നുണ്ട്. ഒരു കാലത്ത് വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു എനർജിയാണ്.
തമ്മിൽ വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ പക്ഷേ അതെല്ലാം പോയി, അങ്ങനെ ഒരു സിറ്റുവേഷനേ ഇല്ല. അത് നിങ്ങളുടെ പേഴ്സണിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇവരുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ടവർ മൊമെൻ്റ് വരുമ്പോൾ ഒരു കാര്യത്തിൻ്റെ പുറകെ ഓടിയപ്പോൾ ഇത് നഷ്ടമായതാണോ എന്തായാലും, അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ചാണോ, എന്തായാലും ഇവർ ഡിവോഴ്സ്ഡ് ആണോ അതോ ഹസ്ബൻഡ് മരിച്ചതാണോ അല്ല വൈഫ് മരിച്ചതാണോ അറിയില്ല. എന്തോ ഒരു അവിടെ ഒരു ഇത്. പക്ഷേ ഇവിടെ ഈ 10 ഓഫ് സ്വേർഡ്സ് കാണിച്ചില്ലേ, അതോടെ വേണ്ടാന്ന് വെച്ചത് വളരെ പെയിൻഫുൾ എൻഡിങ് പാസ്റ്റിൽ. അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റീയൂണിയൻ നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. തിരിച്ചത് കൊണ്ടുവരണം. അപ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ കോൺടാക്റ്റ് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഈ സിറ്റുവേഷൻ തിരിച്ച് കൊണ്ടുവരണം. കാരണം ഈ പേഴ്സണ് ഒരു ഗോളുണ്ട്, അത് അച്ചീവ് ചെയ്യാൻ. ഗോള് ചിലപ്പോൾ ഇവരായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സക്സസ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ, അപ്പോൾ ഇതാണ് ഈ കറണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ പക്ഷേ ഇതിലേക്ക് പോകുമ്പോൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല, മനസ്സിലായോ? ഒളിച്ച് നിന്നിട്ടുള്ള പരിപാടിയാണ്, വളരെ സീക്രട്ടീവായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഫൂൾ കാർഡ് റിവേഴ്സാണ്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു റിസ്ക് എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല ഫ്യൂച്ചറിലേക്ക്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഈ പേഴ്സൺ റിസ്ക് എടുക്കുന്ന കാര്യം, ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് 4 പേര് അറിയാനിടയാന്നാൽ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ബോധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഈ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് വളരെ സീക്രട്ടായിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓഫർ കൊടുക്കാൻ പോകുന്നുണ്ട്. എന്ത് ഓഫറാണ്? ഒരു ബാലൻസ് കൊണ്ടുവരാനുള്ള ഓഫറാണ് സിറ്റുവേഷനിൽ. ഒരു റീകൺസീലിയേഷൻ കൊണ്ടുവരാനുള്ള ഒരു ഓഫറാണ്. അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ്, ഇതൊരു നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജി ആയിരുന്നു. ഒരു കിങ് ഓഫ് വോൺസ് റിവേഴ്സ് വന്നിരിക്കുന്നുണ്ട്, ഒരു പ്ലെയർ എനർജി ആയിരുന്നു. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ആരെയോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആരോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പ്ലെയർ എനർജി ആയിരുന്നു, പക്ഷേ ഇപ്പോൾ പ്ലെയർ എനർജി അല്ല. അപ്പോൾ ഈ പേഴ്സൺ ഇനിയിപ്പോൾ ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണോ പ്ലെയർ എനർജി ആയിരുന്നത്, അതുകൊണ്ടാണോ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നത് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് ആയിരിക്കുന്ന ഈ എനർജി ഇതിപ്പോൾ പ്ലെയർ എനർജി ആണോ അല്ല, ഇപ്പോൾ ഇതൊരു പ്ലെയർ എനർജി അല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ബാലൻസ് കൊണ്ടുവരണം, ഒരു ഡിസിഷൻ എടുക്കണം ഇവിടെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഉഴപ്പ് പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ഉഴപ്പ് പറ്റില്ല. സ്റ്റാർ കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്ന പേജ് ഓഫ് വോൺസും പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റീകൺസിലിയേഷൻ നടന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാകും. ചിലപ്പോൾ ഒരു പേഴ്സണുമായിട്ടൊരു റീകൺസിലിയേഷൻ ആയിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സൺ ഉദ്ദേശിക്കുന്ന ഒരു എയിം, ഒരു ഗോൾ, ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു എന്താ പറയുക വലിയൊരു ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം. ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരാളായിരിക്കാം. എന്തായാലും വളരെ കോൾഡ് ഹാർട്ടഡ് ആയിട്ടാണ് പേഴ്സൺ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് നേടിയേ പറ്റുള്ളൂ, വളരെ മനസ്സ് ഭയങ്കര ദൃഢമാക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇത്. ഇവിടെ പേജ് ഓഫ് വോൺസ് കാണിക്കുന്നത്, ഇവിടെ കാണിക്കുന്ന പേജ് ഓഫ് വോൺസ് തന്നെയാണ്. ഇതിനൊരു ബേർഡനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഇതിലാണ്. ഇത് നഷ്ടമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവുമെന്ന് അറിയാം, മനസ്സിലായി? 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലായ്മ, പോവേർട്ടി, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകൽ, ഇതൊക്കെയാണ്. അപ്പോൾ വളരെ പ്ലാനിങ്ങോട് കൂടി ഇവർക്ക് നോ പറയാൻ പറ്റാത്ത ഒരു എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ മുമ്പോട്ട് പോയി ഇവരെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്. ഇവിടെ സോഡിയാക് സൈൻസ്, അവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ് കിങ് ഓഫ് സ്വേർഡ്സ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അക്വേറിയസ്, ഏരീസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അക്വേറിയസ്, ലിബ്ര, ജെമിനി. Taurus, Virgo, Capricorn. Cancer, Pisces, Scorpio. Aries, Leo, Sagittarius, Scorpio. Taurus, Virgo, Capricorn. Taurus, Leo, Aquarius, Scorpio, Leo. Taurus, Virgo, Capricorn, Sagittarius,
Aquarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Scorpio, Taurus, Leo, Aquarius, Scorpio, Aquarius, Libra, Gemini. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും വേറൊരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദൈവം തരാനിടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. സീ യു.